നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ആലുവ മൂന്നാർ രാജപാത പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി ജനകീയ പ്രക്ഷോഭം വീണ്ടും ശക്തമാകുന്നു. രാജപാത തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട ജനകീയ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കോതമംഗലത്ത് ജനകീയ മാർച്ചും ധർണയും നടത്തി. മന്നത്ത് പത്മനാഭന്റെ 56ാം സമാധി ദിനാചരണം കൊച്ചു കാമാക്ഷി പത്മനാഭപുരം ധർമ്മ പാഠശാലയിൽ നടന്നു. ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. പൂമാല സ്കൂളിലെ പ്രൊഡക്ഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ പ്രഗതി മുന്നേറ്റം സ്ത്രീകളിലൂടെ എന്ന പദ്ധതിക്ക് തുടക്കമായി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ സിൽവർ ജൂബിലി ടെക് ഫെസ്റ്റ് ഡോക്ടർ ശശി തരൂർ MP ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ KSU പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരിക്ക്. കരിങ്കൊടി സമരത്തിനിടെയാണ് സംഭവം. വാർത്തകൾ വിശദമായി. ആലുവ മൂന്നാർ രാജപാത പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി ജനകീയ പ്രക്ഷോഭം വീണ്ടും ശക്തമാകുന്നു. രാജപാത തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട ജനകീയ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കോതമംഗലത്ത് ജനകീയ മാർച്ചും ധർണയും നടത്തി. മാങ്കുളമടക്കം വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു. വിവിധ ആദിവാസി ഉന്നതികളിൽ നിന്നുള്ള ആളുകളും പ്രതിഷേധത്തിന്റെ ഭാഗമായി. ആലുവ മൂന്നാർ രാജപാതയിലെ യാത്രാവകാശം പുനഃസ്ഥാപിക്കുക, തകർന്നുപോയ പഴയ പാത യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനർനിർമ്മിച്ച് ഗതാഗതയോഗ്യമാക്കുക, വിനോദസഞ്ചാര മേഖലയ്ക്കും മാങ്കുളം കുട്ടമ്പുഴ നിവാസികൾക്കും ഗുണകരമാകുന്ന പാതയോട് ചേർന്നുള്ള വികസന സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങളാണ് രാജപാതയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. പഴയ പൊതുമരാമത്ത് പാതയാണിതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതിനാൽ പാതയുടെ നിയമപരമായ അവകാശം PWDക്ക് തന്നെ ലഭ്യമാക്കാൻ സർക്കാർ ഇടപെടണമെന്ന് ജനകീയ ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. 1924 മഹാപ്രളയത്തിന് മുമ്പ് വരെ ഹൈറേഞ്ചിലെ പ്രധാന ഗതാഗത മാർഗമായിരുന്ന രാജപാത PWD രേഖകളിൽ ഇന്നും നിലനിൽക്കുന്നതാണ്. എന്നാൽ വനംവകുപ്പിന്റെ തടസ്സവാദങ്ങൾ മൂലമാണ് ഈ പാത ഉപയോഗശൂന്യമായി കിടക്കുന്നതിന് കാരണമെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു. രാജപാത തുറന്നു കിട്ടുന്നതിനായി എറണാകുളം, ഇടുക്കി ജില്ലകളിലെ മലയോര മേഖലകളിലുള്ളവർ കാലങ്ങളായി നിയമസമര പോരാട്ടങ്ങളിലാണ്. കോതമംഗലം പൂയംകുട്ടിയിൽ നിന്ന് കുറുത്തിക്കുടി, പെരുമ്പൻകുത്ത്, കരിന്തേരി വഴി മൂന്നാറിലേക്ക് എത്തിയിരുന്ന പഴയ റോഡാണ് രാജപാത. കോതമംഗലത്ത് നിന്ന് പൂയംകുട്ടി വരെയുള്ള 28.5 കിലോമീറ്റർ റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത് നിർമ്മാണം നടത്തിയിരുന്നു. തുടർന്നുള്ള 26 കിലോമീറ്ററിൽ വനംവകുപ്പ് അവകാശം ഉന്നയിച്ചിട്ടുള്ളതാണ് തടസ്സമായത്. ആലുവ മൂന്നാർ രാജപാത തുറന്നു നൽകപ്പെടണമെന്നാവശ്യപ്പെട്ട് ജനകീയ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കോതമംഗലത്ത് ജനകീയ മാർച്ചും ധർണയും നടത്തി. ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നുവരുന്ന ജനകീയ പ്രതിഷേധ റാലിയിൽ അണിനിരക്കുവാൻ മുഴുവൻ ജനവിഭാഗങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. കോതമംഗലത്തിനെയും മൂന്നാറിനെയും വളരെ എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്ന പഴയ ആലുവ മൂന്നാർ റോഡ് കേരളത്തിലെ പെരുമയും പെരുമയുടെ പെരുമകളും കേട്ട തട്ടേക്കാട്, കീരമ്പാറ, കുട്ടമ്പുഴ വഴിയുള്ള പഴയ ആലുവ മൂന്നാർ റോഡ് പുനർനിർമ്മാണം നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന ജനകീയ പ്രതിഷേധ സമരത്തിൽ ചെറിയ പള്ളിത്താഴത്തു നിന്ന് ആരംഭിച്ച മാർച്ച് PWD ഓഫീസിന് മുന്നിൽ സമാപിച്ചു. ധർണ കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും കോടതിയുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് വന്നിരിക്കുന്നത്. നിർദ്ദേശങ്ങളും നിയമങ്ങളും എല്ലാം നമുക്ക് അനുകൂലമാണ്. അവിടെയുള്ള സാധാരണ കുടികളിലെ ജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ദീർഘനേരം സഞ്ചരിച്ച് കാൽനടയായി വന്നിരിക്കുന്നവരാണ് ഇവിടെ വന്നിരിക്കുന്ന സഹോദരന്മാര്. അവരുടെ ജീവൽ പ്രശ്നമാണിത്. നല്ല ഒരു റോഡ് ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയാം. ഏതാണ്ട് 100-120 വർഷങ്ങൾക്ക് മുമ്പ്
ഗവൺമെന്റ് അംഗീകരിച്ച് അന്നത്തെ സർക്കാർ അനുവദിച്ച് തന്ന റോഡാണത്. പിന്നീട് അത് സാഹചര്യങ്ങൾ മൂലം സഞ്ചാരയോഗ്യമല്ലാതായി തീർന്നു. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കിയാൽ മാത്രമേ ഈ നാടിന്, പ്രത്യേകിച്ച് കേരളത്തിന് പൊതുവെ ഏറെ ഉപകാരമുണ്ടാകുന്ന ഒരു പാതയാണത്. കുട്ടമ്പുഴ, മാകുളം പഞ്ചായത്തുകളിലെ കർഷകരും വ്യാപാരികളും പൊതുജനങ്ങളും അടക്കം നൂറുകണക്കിന് ആളുകൾ പ്രതിഷേധ പരിപാടിയിൽ അണിനിരുന്നു. വിവിധ ആദിവാസി ഉന്നതികളിൽ നിന്നുള്ള ആളുകളും പ്രതിഷേധത്തിന്റെ ഭാഗമായി. കോതമംഗലം മുനിസിപ്പാലിറ്റി അധികാരികൾ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മറ്റ് ഇതര സംഘടനാ ഭാരവാഹികൾ, വിവിധ പുരോഹിതർ എന്നിവരും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപക നേതാവ് ഭാരതകേസരി ശ്രീ മന്നത്ത് പത്മനാഭന്റെ 56ാം സമാധി ദിനാചരണം കൊച്ചു കാമാക്ഷി പത്മനാഭപുരം ധർമ്മ പാഠശാലയിൽ നടന്നു. ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. നായർ ഐക്യവേദി സംസ്ഥാന കൺവീനർ പെരുമറ്റം രാധാകൃഷ്ണൻ മന്നം അനുസ്മരണ പ്രഭാഷണം നടത്തി. ഹൈറേഞ്ച് NSS യൂണിയൻ ഭരണസമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ഭാരതകേസരി ശ്രീ മന്നത്ത് പത്മനാഭന്റെ 56ാമത് സമാധി ദിനാചരണം കൊച്ചു കാമാക്ഷി പത്മനാഭപുരം ധർമ്മ പാഠശാലയിൽ നടത്തിയത്. ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ ഭദ്രദീപം കൊളുത്തി പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. അമേരിക്കയിലെ ന്യൂയോർക്കിലുള്ള നായർ ബെനവലന്റ് അസോസിയേഷൻ, അവിടുത്തെ ഏറ്റവും വലിയ നായർ സംഘടനയാണ്. അവരും ഐക്യവേദിയിലുണ്ട്. മുംബൈയിലുള്ളവരുണ്ട്, ചെന്നൈയിലുള്ളവരുണ്ട്, ബാംഗ്ലൂരിലുള്ളവരുണ്ട്. എല്ലാവരും ഒരു ലൈനിലുണ്ട്. ഏകദേശം മണിക്കൂറിന് ഇപ്പോൾ അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടെന്ന് എൻ്റെ തോന്നൽ. അതിൻ്റെ കാരണം ഞാൻ ആരെയും അനാവശ്യമായിട്ട് വിമർശിക്കാൻ പോകുന്നില്ല, പക്ഷെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യും. നായർ സമുദായത്തെ പറ്റി പഠിക്കുമ്പോൾ ഞാനൊരു വേറെ ശൈലിയിലാണ് സംസാരിക്കുന്നത്. മന്നത്ത് പത്മനാഭനാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും ഈ തകർന്നടിഞ്ഞ സമുദായത്തെ ആ കാലഘട്ടത്തിൽ പുനഃസൃഷ്ടിച്ചത്. നിങ്ങൾ എത്ര പേർ അദ്ദേഹത്തിന്റെ ജീവിതസ്മരണകൾ വായിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയത്തില്ല. മന്നത്ത് പത്മനാഭന്റെ ജീവിതസ്മരണകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒരു പുസ്തകവും പഠിക്കാൻ പോകേണ്ട ഒരു കാര്യമില്ല. അദ്ദേഹം ഇഷ്ടം പോലെ കാര്യങ്ങൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഓരോ സന്ദർഭത്തിനനുസരിച്ച് അദ്ദേഹം അനുഭവിച്ച കാര്യം. നായർ ഐക്യവേദി സംസ്ഥാന കൺവീനർ പെരുമറ്റം രാധാകൃഷ്ണൻ മന്നം അനുസ്മരണ പ്രഭാഷണം നടത്തി. പുരാണ പാരായണവും ഉപവാസ പ്രാർത്ഥനയ്ക്കും ശേഷം ആചാര്യൻ ഇഹലോകവാസം വെടിഞ്ഞ 11:30 ശ്രീ പത്മനാഭപുരം ധർമ്മ പാഠശാലയിൽ സ്ഥാപിച്ചിട്ടുള്ള ആചാര്യന്റെ പൂർണ്ണകായ പ്രതിമയ്ക്ക് മുൻപിൽ പുഷ്പാർച്ചനയും നടത്തി. ഓരോ കരയോഗങ്ങളിലും നടന്ന പ്രത്യേക സമാധിദിന പരിപാടികൾക്ക് പുറമെയാണ് ശ്രീ പത്മനാഭപുരത്ത് താലൂക്ക് വനിതാ യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ പങ്കെടുത്ത പ്രത്യേക പരിപാടികൾ നടന്നത്. താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് AK സുനിൽകുമാർ, യൂണിയൻ സെക്രട്ടറി രവീന്ദ്രൻ AJ, വനിതാ യൂണിയൻ സെക്രട്ടറി ഉഷ ബാലൻ, KG വാസുദേവൻ, PG രവീന്ദ്രനാഥ്, G ശിവശങ്കരൻ നായർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം തൊടുപുഴ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ പോലീസ് സ്റ്റേഷൻ ട്രാഫിക് വിഭാഗത്തിന് 1000 ലിറ്റർ കുടിവെള്ളം കൈമാറി. തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ തൊടുപുഴ പോലീസ് സ്റ്റേഷൻ CI CR രാജേഷ് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം സംസ്ഥാന സമിതി അംഗം S പത്മഭൂഷണിൽ നിന്നും കുപ്പിവെള്ളം ഏറ്റുവാങ്ങി. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം തൊടുപുഴ താലൂക്ക് പ്രസിഡന്റ് പ്രശാന്ത് കുമാർ അധ്യക്ഷത വഹിച്ചു. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം തൊടുപുഴ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ പോലീസ് സ്റ്റേഷൻ ട്രാഫിക് വിഭാഗത്തിന് 1000 ലിറ്റർ കുടിവെള്ളം കൈമാറി. വരുന്ന കടുത്ത വേനൽക്കാലത്ത് തൊടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ട്രാഫിക് മേഖലയിൽ സേവനമനുഷ്ഠിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കാണ് 1000 ലിറ്റർ കുപ്പിവെള്ളം വിതരണം ചെയ്തത്. തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ തൊടുപുഴ പോലീസ് സ്റ്റേഷൻ CI രാജേഷ് CR ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം സംസ്ഥാന സമിതി അംഗം ശ്രീ S പത്മഭൂഷണിൽ നിന്നും കുപ്പിവെള്ളം ഏറ്റുവാങ്ങി ഉദ്ഘാടനം നിർവഹിച്ചു. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം തൊടുപുഴ താലൂക്ക് പ്രസിഡന്റ് പ്രശാന്ത് കുമാർ IBS അധ്യക്ഷത വഹിച്ചു. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ഇടുക്കി ജില്ലാ സെക്രട്ടറി മനോജ് കുമാർ, താലൂക്ക് ട്രഷറർ PR ശ്യാം, ജില്ലാ സമിതി അംഗം അജിത് മനക്കൻ, ട്രാഫിക് SI ശശി ഗോപാലൻ, ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ഭാരവാഹികളായ അനു പത്മ വില്ലേജ്, PR സരിൻ, ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മറയൂർ ഉദുമൽപേട്ട റോഡിൽ ചിന്നാർ ചെക്ക് പോസ്റ്റിൽ പരിശോധന ശക്തമാക്കി വനംവകുപ്പ്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള വാഹനങ്ങൾ 24 മണിക്കൂറും പരിശോധിച്ചാണ് കടത്തിവിടുന്നത്. വനവിഭവങ്ങളുടെ അനധികൃത കടത്തൽ തടയുന്നതിനു വേണ്ടിയാണ് ചിന്നാറിൽ ചെക്ക് പോസ്റ്റ് പ്രവർത്തിക്കുന്നത്. കേരള തമിഴ്നാട് അതിർത്തിയിലെ വനംവകുപ്പിന്റെ പ്രധാന ചെക്ക് പോസ്റ്റാണ് ചിന്നാർ. മറയൂരിലെ ചന്ദനക്കാടുകളിൽ നിന്നടക്കമുള്ള വനവിഭവങ്ങളുടെ അനധികൃത കടത്തൽ തടയുകയാണ് ലക്ഷ്യം. ഇരു സംസ്ഥാനങ്ങളിലേക്കും കടന്നുപോകുന്ന വാഹനങ്ങൾ പരിശോധിക്കുന്നതിനൊപ്പം വിവരങ്ങൾ ശേഖരിക്കുന്നുമുണ്ട്.
ചെക്ക് പോസ്റ്റിലെ ക്യാമറകളുടെ സഹായത്തോടെ ഓട്ടോമാറ്റിക് വിവരശേഖരണം ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അതിർത്തിയിലെ 24 മണിക്കൂർ പരിശോധനയിലൂടെ അനധികൃത കടത്തൽ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനിലെ ചിന്നാർ വന്യസങ്കേതത്തിൽ കരിമുട്ടി ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിലുള്ള ചിന്നാർ ചെക്ക് പോസ്റ്റ് ഇന്റർ സ്റ്റേറ്റ് ചെക്ക് പോസ്റ്റാണ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നത്. ഇവിടെ നമുക്കുള്ളത് ഒരു ഫോറസ്റ്ററും 5 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരും 5 ഫീൽഡ് ബീറ്റ് അസിസ്റ്റന്റുമാരുമാണ്. പിന്നെ 6 NMR വാച്ചർമാരുണ്ട്. നമ്മൾ 24 മണിക്കൂർ പ്രവർത്തിക്കുന്നു. നമ്മൾ 2 ദിവസത്തേക്കും പോകുന്ന വാഹനങ്ങൾ ചെക്ക് ചെയ്യുകയും വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് എഴുതിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ 2 ക്യാമറകൾ പ്രവർത്തിക്കുന്നു. അത് ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റീഡിംഗ് ക്യാമറകളാണ്. ഈ ക്യാമറകൾ വണ്ടിയുടെ നമ്പരും ഏത് വണ്ടിയാണ് എന്നുള്ള കാര്യവും റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതുവഴി 24 മണിക്കൂറും തുറന്നിരിക്കുന്ന ഈ ചെക്ക് പോസ്റ്റിൽ കടന്നു പോകുന്ന എല്ലാ വണ്ടികളും അനധികൃതമായ എന്തെങ്കിലും ഫോറസ്റ്റ് പ്രൊഡ്യൂസ് കടത്തിക്കൊണ്ട് പോകുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. എല്ലാ വണ്ടികളും പരിശോധനയ്ക്ക് വിധേയമാക്കി എൻട്രി ചെയ്തതിന് ശേഷം മാത്രമാണ് കടത്തിവിടാറുള്ളത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി തടിയമ്പാടിന് സമീപം പെരിയാർ നദീതീരത്ത് 4 പെരുമ്പാമ്പുകളെ ചത്ത നിലയിൽ കണ്ടെത്തി. മത്സ്യബന്ധനത്തിനായി വിരിച്ച വലയിൽ കുടുങ്ങിയാണ് ഇവ ചത്തതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തടിയമ്പാട് മടത്തുംകാവ് ക്ഷേത്രത്തിന് താഴെ പെരിയാർ തീരത്താണ് ജീർണിച്ച നിലയിലുള്ള 4 പെരുമ്പാമ്പുകളുടെ ജഡങ്ങൾ കണ്ടെത്തിയത്. നദീതീരത്ത് നിന്ന് കടുത്ത ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് പ്രദേശവാസികൾ നടത്തിയ പരിശോധനയിലാണ് സംഭവം പുറത്തറിയുന്നത്. തുടർന്ന് നാട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. സ്ഥലത്തെത്തിയ വനംവകുപ്പ് സംഘം നടത്തിയ പ്രാഥമിക പരിശോധനയിൽ മത്സ്യബന്ധന വലയിൽ കുടുങ്ങിയ നിലയിലാണ് പാമ്പുകൾ ചത്തതെന്ന് സ്ഥിരീകരിച്ചു. ഇന്ന് രാവിലെ തടിയമ്പാട് പെരിയാറിൽ ഇങ്ങനെ 4 പെരുമ്പാമ്പ് ചത്ത് കിടക്കുന്നതായിട്ട് വിവരം കിട്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഒന്ന് ഞങ്ങൾ 4 പെരുമ്പാമ്പിനെ എടുത്തു. അപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം വലയ്ക്കകത്ത് മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന വലയ്ക്കകത്ത് കുരുങ്ങിയാണ് ഇത് ചത്തതായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ബാക്കി കാര്യങ്ങൾ ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം കാര്യങ്ങൾ നടങ്ങി മാത്രമേ പൂർണ്ണമായ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതേസമയം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി 4 പാമ്പുകളുടെയും ജഡങ്ങൾ വനംവകുപ്പ് ഏറ്റെടുത്തു. അനധികൃത മത്സ്യബന്ധനം നടന്നിട്ടുണ്ടോ എന്നും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒരേ സമയം 4 പെരുമ്പാമ്പുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പെരിയാർ തീരവാസികളിലും ആശങ്കയുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പൂമാല സ്കൂളിലെ പ്രൊഡക്ഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ പ്രഗതി മുന്നേറ്റം സ്ത്രീകളിലൂടെ എന്ന പദ്ധതിക്ക് തുടക്കമായി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് PG സുധാകരൻ അധ്യക്ഷത വഹിച്ചു. പദ്ധതി പ്രകാരം തെരഞ്ഞെടുത്ത 15 അമ്മമാർക്കും കുട്ടികൾക്കും പരിശീലനം നൽകുകയും അവർക്ക് പ്രവർത്തനം ഏറ്റെടുത്ത് മുന്നോട്ടു പോകുന്നതിനായി ബേസിക് നീഡ്സ് കിറ്റ് നൽകുകയും ചെയ്തു. തൊടുപുഴ മർച്ചന്റ്സ് യൂത്ത് വിംഗ് ആണ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. പ്രസിഡന്റ് പ്രശാന്ത് കുട്ടപ്പാസ് ചടങ്ങിൽ വെച്ച് ബേസിക് നീഡ്സ് കിറ്റ് കൈമാറി. സ്ത്രീയുടെ വിദ്യാഭ്യാസത്തിലൂടെയും സാമ്പത്തിക ഭദ്രതയിലൂടെയുമാണ് ഒരു യഥാർത്ഥ സമൂഹ സൃഷ്ടി സാധ്യമാകുന്നത്. വിദ്യാലയം ജനകീയമാകുന്നത് സമൂഹം വിദ്യാലയത്തെ ഏറ്റെടുക്കുകയും വിദ്യാലയം സമൂഹത്തെ ഏറ്റെടുക്കുമ്പോഴുമാണ്. അത് സ്ത്രീകളുടെയും കുട്ടികളുടെയും എംപവർമെന്റ് എന്ന ലക്ഷ്യത്തിലൂന്നുമ്പോൾ അത് തികച്ചും അർത്ഥവത്താകുന്നു. സ്കൂൾ ഒരു തൊഴിൽ ഹബ്ബ് കൂടിയാകുന്നു. സാമ്പത്തികമായ നേട്ടമുണ്ടാകുന്നതിലൂടെ അവരിൽ ആത്മവിശ്വാസം കൂടുന്നു. സ്കൂളിൽ വരാൻ താൽപര്യം വർദ്ധിക്കുന്നു. ഈ ലക്ഷ്യങ്ങളെ മുൻനിർത്തി പൂമാല സ്കൂൾ പ്രൊഡക്ഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ വിഭാവനം ചെയ്ത പുതിയ പദ്ധതിയാണ് പ്രഗതി മുന്നേറ്റം സ്ത്രീകളിലൂടെ. പദ്ധതിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. കുഞ്ഞുകാലം മുതലേ സമൂഹത്തിൽ നമ്മൾ ഇടപെടുകയും ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുകയും സമൂഹം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുകയും ഓരോ കുട്ടികളും അവരവർ പഠിക്കുന്ന ക്ലാസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റാവുന്ന പരമാവധി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഭാവി ലക്ഷ്യം മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ മൂല്യങ്ങളെ കാത്തുസൂക്ഷിക്കുകയും അതോടൊപ്പം തന്നെ സാമൂഹിക വളർച്ചയ്ക്ക് അടിസ്ഥാനമേകുന്ന വിധത്തിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്ന ആ ഒരു ശൈലി ഇവിടെ ഇന്ന് ഒരു പുതിയ പദ്ധതി അത് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരിക്കുന്നു എന്നുള്ളത് ഏറെ മാതൃകാപരമാണ്.
പ്രഗതി എന്ന പേരിൽ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് സാമ്പത്തിക സ്വയം പര്യാപ്തത ഉൾപ്പെടെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവൃത്തിയുമായി നമ്മുടെ സ്കൂള് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഈ പദ്ധതികളെ ഏറ്റവും പ്രത്യേകതകളെ സംബന്ധിച്ച് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വ്യാപാരി വ്യവസായി നഴ്സറി യൂത്ത് ലീഗുമായി സഹകരിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്ന കുട്ടികൾ സ്കൂൾ PTA പ്രസിഡന്റ് PG സുധാകരൻ അധ്യക്ഷത വഹിച്ചു. പദ്ധതി പ്രകാരം തിരഞ്ഞെടുത്ത 15 അമ്മമാർക്കും കുട്ടികൾക്കും ആൾട്ടോറയുടെ നേതൃത്വത്തിൽ പരിശീലനം നൽകുകയും അവർക്ക് പ്രവർത്തനമേറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതിന് ബേസിക് നീഡ്സ് കിറ്റ് നൽകി. തൊടുപുഴ മർച്ചന്റ്സ് യൂത്ത് വിംഗ് ആണ് ഇത് സ്പോൺസർ ചെയ്തത്. പ്രസിഡന്റ് പ്രശാന്ത് കുട്ടപ്പാസ് ചടങ്ങിൽ വെച്ച് ബേസിക് നീഡ്സ് കിറ്റ് കൈമാറി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് രാജി പത്മനാഭൻ സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ ഉഷാകുമാരി നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ മർച്ചന്റ്സ് യൂത്ത് വിംഗ് പ്രസിഡന്റ് പ്രശാന്ത് കുട്ടപ്പാസ്, ജോർജ് കുട്ടി ജോസ്, ഗോപു ഗോപൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജിതകുമാരി, വാർഡ് മെമ്പർ അഭിലാഷ് രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. പൂമാല മേഖലയിലെ ഗോത്രവിഭാഗം പെൺകുട്ടികളും അമ്മമാരുമാണ് ഇതിലെ ഗുണഭോക്താക്കൾ. തുടർന്ന് ആൾട്ടോറയുടെ കോർഡിനേറ്റർ രാജീവ് ചെല്ലാനത്തിന്റെ നേതൃത്വത്തിൽ വർക്ക്ഷോപ്പ് നടന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ സിൽവർ ജൂബിലി ടെക് ഫെസ്റ്റ് ഡോക്ടർ ശശി തരൂർ MP ഉദ്ഘാടനം ചെയ്തു. ആധുനിക ലോകത്തെ അതിവേഗത്തിലുള്ള സാങ്കേതിക മുന്നേറ്റങ്ങൾക്കൊപ്പം ചുവടുവെക്കാൻ ഇത്തരം സാങ്കേതിക പ്രദർശനങ്ങൾ വിദ്യാർത്ഥികൾക്ക് കരുത്ത് പകരുമെന്ന് അദ്ദേഹം പറഞ്ഞു. കോളേജ് മാനേജർ മോൺസിഞ്ഞർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മാത്യു കുഴൽനാടൻ MLA മുഖ്യ പ്രഭാഷണം നടത്തി. വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ടെക് ഫെസ്റ്റ്, ബോധി ആർട്സ് ഫെസ്റ്റ്, ദൃശ്യ എന്നിവയുടെ 4 ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായ ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഡോക്ടർ ശശി തരൂർ MP നിർവഹിച്ചു. ആധുനിക ലോകത്തെ അതിവേഗത്തിലുള്ള സാങ്കേതിക മുന്നേറ്റങ്ങൾക്കൊപ്പം ചുവടുവെക്കാൻ ഇത്തരം സാങ്കേതിക പ്രദർശനങ്ങൾ വിദ്യാർത്ഥികൾക്ക് കരുത്തു പകരുമെന്നും കേവലം സാങ്കേതിക പരിജ്ഞാനം ആർജിക്കുന്നതിലുപരി വിദ്യാർത്ഥികളുടെ വൈദഗ്ധ്യം ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്തുവാനുള്ള കൂടുതൽ അവസരങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. Of the 24-hour news cycle, and often with the speed of a tweet, I think it's extremely important that the deliberate act of pausing to think, to debate, to imagine, and to create in itself is an act of cultural resistance. It proclaims that civilization is built not merely upon infrastructure and markets, but upon minds disciplined by reason and hearts enlarged by imagination. India, at her noblest, has always been a land of conversation and discussion. Amartya Sen famously wrote, "The argumentative Indian." Our intellectual heritage was not forced in silence, but in dialogue. കോളേജ് മാനേജർ മോൺസിഞ്ഞർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ, ഡോക്ടർ മാത്യു കുഴൽനാടൻ MLA, കോളേജ് ഡയറക്ടർ റവറന്റ് ഡോക്ടർ പോൾ പാറത്താഴം, പ്രിൻസിപ്പൽ ഡോക്ടർ KK രാജൻ, ടെക് ഫെസ്റ്റ് ഫാക്കൽറ്റി അഡ്വൈസർ ഡോക്ടർ വിനോജ് K, ദൃശ്യ കോർഡിനേറ്റർ ലക്ഷ്മി സുരേഷ്, കോളേജ് കൗൺസിൽ ചെയർമാൻ ആൽബി അഗസ്റ്റിൻ എന്നിവർ പ്രസംഗിച്ചു. മേഖലയിലെ ജനപ്രതിനിധികളും മാനേജ്മെന്റ് പ്രതിനിധികളും വിവിധ വകുപ്പ് മേധാവികളും പങ്കെടുത്തു. 2 ദിവസങ്ങളിലായി നടക്കുന്ന ടെക് ഫെസ്റ്റിൽ വിവിധ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന സാങ്കേതിക മത്സരങ്ങൾ, സെമിനാറുകൾ, പ്രോജക്ട് പ്രസന്റേഷനുകൾ, സൂപ്പർ കാറുകളുടെയും മോഡിഫൈഡ് ബൈക്കുകളുടെയും വൻനിര അണിനിരക്കുന്ന ഓട്ടോ ഷോ എന്നിവയും ടെക് ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കും. ആർട്സ് ഫെസ്റ്റിന്റെ ഭാഗമായി കോളേജിലെ വിദ്യാർത്ഥികൾക്കായി വിവിധ കലാമത്സരങ്ങളും മ്യൂസിക്കൽ പ്രോഗ്രാമുകളും നടക്കും. സാങ്കേതിക വിദ്യയും കലയും സമന്വയിക്കുന്ന ഈ മേളയിൽ കേരളത്തിലെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുക്കും. സർഗാത്മക ചിന്തകൾക്കും നൂതനമായ സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾക്കും വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സിൽവർ ജൂബിലി പ്രത്യേക ടെക് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 2001 കോതമംഗലം രൂപതയുടെ കീഴിൽ ആരംഭിച്ച വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് കാൽനൂറ്റാണ്ടിന് സമാനതകളില്ലാത്ത വിദ്യാഭ്യാസ മികവും പാരമ്പര്യവും വിളിച്ചോതുന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാന ആകർഷകമായ മെഗാ ടെക് ഫെസ്റ്റ് 26 സമാപിക്കും. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ KSU പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരിക്ക്. മന്ത്രിയുടെ കഴുത്തിനും കൈക്കുമാണ് പരിക്കേറ്റത്. കരിങ്കൊടി സമരത്തിനിടെയാണ് സംഭവം. മന്ത്രിയെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. അതിക്രമത്തെ തുടർന്ന് മന്ത്രിയുടെ വന്ദേ ഭാരതിലെ യാത്ര റദ്ദാക്കി. KSU പ്രവർത്തകർ തന്നെ കയ്യേറ്റം ചെയ്തുവെന്നാണ് മന്ത്രിയുടെ ആരോപണം. കണ്ണൂരിൽ പലയിടത്തും മന്ത്രിക്ക് നേരെ പ്രതിഷേധം നടന്നിരുന്നു. മന്ത്രിയെ തടഞ്ഞു നിർത്തിയായിരുന്നു പ്രതിഷേധം. വന്ദേ ഭാരത് ട്രെയിനിൽ യാത്ര ചെയ്യാനെത്തിയപ്പോൾ ടിക്കറ്റ് കൗണ്ടറിനടുത്ത് വെച്ചാണ് പ്രതിഷേധമുണ്ടായത്. KSU പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിനിടയിൽ മന്ത്രി പെട്ടുപോകുകയായിരുന്നു എന്നാണ് വിവരം.
ഒന്നുകൂടെ വരാൻ പറയും. അതുകൊണ്ട് പോലീസിനോട് പറഞ്ഞിരുന്നു അവന്മാരുണ്ട്, അവന്മാർ വരാൻ പറഞ്ഞു. നിങ്ങൾ ഉള്ളപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവിടെ അവന്മാരുണ്ടെന്ന്. അത് നിങ്ങളോട് പറഞ്ഞ് ഷോ ആണല്ലോ അവർ നടത്തുന്നത്. ഇവിടെ ക്യാമറ കണ്ടപ്പോഴേ വിചാരിച്ചു അവരുണ്ടെന്ന്. ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുമ്പോൾ ആദ്യം കുറച്ചുപേര് നടന്നു വന്നിട്ട് അവിടെ ഒന്നും തൊള്ളും ഉണ്ടായി. പക്ഷെ എനിക്കിപ്പോൾ പക്ഷെ ഞാൻ നടന്നു വന്നപ്പോൾ എനിക്ക് കഴുത്താനക്കാനൊരു അത് 2 വിഭാഗക്കാർ വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്ത് നടന്നു വരുമ്പോഴാണ് എനിക്ക് ഈ കഴുത്തിന്റെ ഇവിടെ നല്ല പെയിൻ ഉണ്ട്. അഡ്മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. ശരി ശരി. ഞാൻ റെയിൽവേ സ്റ്റേഷനിലാണ് സംസാരിച്ചു. മിനിസ്റ്റർ ഇപ്പം ഈ ട്രെയിനിൽ സഞ്ചരിക്കേണ്ട എൻ്റെ കൂടെ മിനിസ്റ്റർക്ക് പരിക്കേറ്റിരിക്കുകയാണ്. അപ്പോൾ മിനിസ്റ്റർ ഇപ്പം അഡ്മിറ്റ് ചെയ്യാൻ പോകും. ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി വന്ന പ്രതിഷേധം എന്ന് പറഞ്ഞാൽ പ്രതിഷേധിക്കുക, ഞങ്ങളൊക്കെ പ്രതിഷേധിച്ചു. പക്ഷേ കയ്യേറ്റം ചെയ്യാന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ ജനാധിപത്യം. സമരക്കാരൻ ആക്രമിച്ചു, പിന്നാരെ ആക്രമിക്കാൻ. ഇപ്പൊ സമരക്കാര് കയ്യേറ്റം ചെയ്തു, കഴുത്തിന് പരിക്കും. ഞാൻ അദ്ദേഹത്തെ കാത്തിവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് പറഞ്ഞത് കഴുത്തിന് പരിക്ക് പറ്റി. ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തു. അതിപ്പോ ഏതാണ്ട് അങ്ങനെ തന്നെ കാണുന്നത്. മന്ത്രിമാർക്കെതിരെ കരിങ്കൊടിയും സമരവും നടത്തിയ ആൾക്കാരാണ് നമ്മളൊക്കെ അതിന്റെ പ്രൊഡക്ട്സായി വന്ന ആൾക്കാരാണ്. പക്ഷേ ഈ രീതിയിൽ മന്ത്രിയെ കയ്യേറ്റം ചെയ്യുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. പൈനാവ് അശോക കവല റോഡിൽ ഹോട്ടൽ മാലിന്യം തള്ളി. പരിശോധനയിൽ പ്രതിയെ തിരിച്ചറിഞ്ഞു. സ്ഥാപനത്തിനെതിരെ നടപടിയുമായി വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത്. പ്രദേശവാസികളുടെ പരാതിയെ തുടർന്നാണ് പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. പൊതുജനാരോഗ്യവും പരിസ്ഥിതി സംരക്ഷണവും മുൻനിർത്തി ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾക്കെതിരെ കടുത്ത നടപടി തുടരുമെന്നും അധികൃതർ അറിയിച്ചു. പൈനാവ് അശോക കവല റോഡിൽ PR ഗ്യാസ് ഏജൻസിക്ക് സമീപം ഹോട്ടൽ മാലിന്യം അനധികൃതമായി തള്ളിയ സംഭവത്തിൽ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ നടപടി ആരംഭിച്ചു. റോഡരികിലും സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലുമായാണ് മാലിന്യം കെട്ടിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. മിൽമ പാൽ കവറുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, ഉപയോഗിച്ച പ്ലേറ്റുകളും ഗ്ലാസുകളും, ഭക്ഷണാവശിഷ്ടങ്ങൾ, പാചക മാലിന്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വൻതോതിലുള്ള ഹോട്ടൽ മാലിന്യങ്ങളാണ് ഇവിടെ തള്ളിയിരുന്നത്. ദുർഗന്ധവും ശുചിത്വ പ്രശ്നങ്ങളും കാരണം പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിലായിരുന്നു സംഭവം പുറത്തുവന്നത്. പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി. റോഡരികിൽ അനധികൃതമായി മാലിന്യം നിക്ഷേപിച്ചതായി കണ്ടെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മണിയാറൻകുടിയിലെ ഒരു ഹോട്ടലിൽ നിന്നാണ് മാലിന്യം ഇവിടെ തള്ളിയതെന്ന് വ്യക്തമായി. പരിശോധനയിൽ മാലിന്യം തള്ളിയ വ്യക്തിയെ തിരിച്ചറിഞ്ഞതായും അധികൃതർ അറിയിച്ചു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ 8ാം വാർഡ് താന്നിക്കണ്ടം ഉൾപ്പെടുന്ന ഗ്യാസ് ഏജൻസിയുടെ ഭാഗത്ത് കിടക്കുന്ന മാലിന്യങ്ങളാണ് ഈ കിടക്കുന്നതെല്ലാം. ഇത് കുറേ നാളുകളായിട്ട് ഇവിടെ വേസ്റ്റുകൾ കൊണ്ടുവന്ന് കൂട്ടുകയാണ്. നമ്മൾ പഞ്ചായത്ത് പല രീതിയിലുള്ള നടപടികൾ എടുത്തുവെങ്കിലും ജനങ്ങളിലേക്ക് അത് എത്തുകയും ജനങ്ങളത് പ്രയോജനപ്പെടുത്താത്ത രീതിയിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഒരു ഇതാണിപ്പോൾ കാണാൻ കഴിയുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ നമ്മളെ ഇവിടുന്ന് പരാതി വരികയും അതനുസരിച്ച് ഞങ്ങൾ ഇവിടെ ഒന്ന് അന്വേഷിക്കുകയും അതിനകത്ത് നോക്കിയതിന് ശേഷം അവിടുത്തെ കടയുടെ അഡ്രസ്സ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്.
ഇവരുടെ പേരിൽ നടപടി എടുക്കാനായിട്ട് പഞ്ചായത്തിൽ നിന്ന് നോട്ടീസ് കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അവരുടെ പേരിൽ ഫൈൻ അടയ്ക്കണമെങ്കിൽ ഫൈനും അതുപോലെ തന്നെ വേസ്റ്റ് മാലിന്യങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടികളും പഞ്ചായത്ത് സ്വീകരിക്കുന്നതായിരിക്കും. സംഭവത്തിൽ ബന്ധപ്പെട്ട സ്ഥാപനത്തിന് പിഴ ചുമത്തുകയും ലൈസൻസ് റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. പൊതുജനാരോഗ്യവും പരിസ്ഥിതി സംരക്ഷണവും മുൻനിർത്തി ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾക്കെതിരെ കടുത്ത നടപടി തുടരുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സാഹോദര്യവും പാരസ്പര്യവും ശക്തിപ്പെടുത്തി അപരവിദ്വേഷ പ്രചാരണങ്ങളെയും സംസ്കാരത്തെയും അതിജീവിക്കണമെന്ന് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സമിതി അംഗം ജമാൽ പാനായിക്കുളം ആഹ്വാനം ചെയ്തു. ഡയലോഗ് സെന്റർ കേരള തൊടുപുഴ ചാപ്റ്റർ സംഘടിപ്പിച്ച സൗഹൃദ ഇഫ്താർ സംഗമം വണ്ണപ്പുറം ക്ലൗഡ് വില്ലേജ് ഫാം റിസോർട്ടിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡയലോഗ് സെന്റർ ജില്ലാ രക്ഷാധികാരി അബൂബക്കർ ഫാറൂഖി അധ്യക്ഷത വഹിച്ചു. സാഹോദര്യവും പാരസ്പര്യവും ശക്തിപ്പെടുത്തി അപരവിദ്വേഷ പ്രചാരണങ്ങളെയും സംസ്കാരത്തെയും അതിജയിക്കണമെന്ന് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സമിതി അംഗം ജമാൽ പാനായിക്കുളം ആഹ്വാനം ചെയ്തു. ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങളുടെയും ബഹുസ്വരതയിൽ അധിഷ്ഠിതമായ പൈതൃകത്തിന്റെയും വീണ്ടെടുപ്പ് പരസ്പര ബഹുമാനത്തിലൂടെയും സഹവർത്തിത്വത്തിലൂടെയും മാത്രമേ സാധിക്കൂ എന്നും അദ്ദേഹം പ്രസ്താവിച്ചു. ഈ മാസത്തിന്റെ പ്രത്യേകത വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ അവതരണത്തിന് ആരംഭം കുറിച്ച മാസമാണ് എന്നതാണ്. വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന്റെ തുടക്കം കുറിച്ചു എന്നുള്ളതാണ് ഈ മാസത്തിന്റെ പ്രത്യേകത. ആ വേദഗ്രന്ഥം ഇറങ്ങിയതിനുള്ള നന്ദി സൂചകമായിട്ട് കൂടിയാണ് ഈ വ്രതകാലം അനുഷ്ഠിക്കുന്നത്. സാധാരണഗതിയിൽ വേദഗ്രന്ഥത്തെക്കുറിച്ച്, വിശുദ്ധ ഖുർആനെ കുറിച്ച് ആ വേദഗ്രന്ഥത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ ഇടയിൽ പോലുമുള്ള ഒരു തെറ്റിദ്ധാരണ ഇത് ഒരു പ്രത്യേക സമുദായത്തിന് വേണ്ടിയിട്ടുള്ള വേദഗ്രന്ഥം ആണ് എന്നതാണ്. ഇതൊരു പ്രത്യേക ജാതി സമുദായത്തിന് വേണ്ടിയിട്ടുള്ള വേദഗ്രന്ഥം എന്നാണ് വേദഗ്രന്ഥത്തെ കുറിച്ച് മുസ്ലിങ്ങൾ പോലും പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മളിപ്പോഴും മഴ അനുഭവിച്ചവരാണ്. മനോഹരമായ ഒരു മഴ അനുഭവിച്ചവരാണ് നമ്മൾ. ആ മഴ ദൈവം ഭൂമിയിലേക്ക് വർഷിച്ചത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് വേണ്ടി മാത്രമല്ല. വടപ്പുറത്തെ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ ഹൈന്ദവ മതവിഭാഗം ഈ മഴ അനുഭവിക്കട്ടെ. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഏതെങ്കിലും ഒരു വിഭാഗം അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ചല്ല ദൈവത്തിന്റെ മഹാകാരുണ്യമായ മഴ ഭൂമിയിലേക്ക് പെയ്തിറങ്ങിയത്. എല്ലാ മനുഷ്യരും അത് ആസ്വദിച്ചവരാണ്. ഇതുപോലെ ദൈവത്തിന്റെ മനുഷ്യനുള്ള സന്ദേശവും ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനുള്ളതല്ല, എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. മഴ എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ, സൂര്യൻ എല്ലാ മനുഷ്യർക്കുമായതുപോലെ, വെളിച്ചം എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ ദൈവത്തിന്റെ സന്ദേശങ്ങളും എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. ആ അർത്ഥത്തിൽ വിശുദ്ധ വേദഗ്രന്ഥം ഖുർആൻ പറയുന്നത് ഈ ഗ്രന്ഥം മുഴുവൻ മനുഷ്യർക്കും ഉള്ളതാണ്. വിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം 185-ാം വചനം ഖുർആൻ പറയുന്നത് ഈ ഗ്രന്ഥം മനുഷ്യരാശിക്ക് വഴികാട്ടിയാണ്, മനുഷ്യരാശിക്ക് സന്മാർഗമാണ് എന്നുള്ളതാണ്. ഡയലോഗ് സെന്റർ കേരള തൊടുപുഴ ചാപ്റ്റർ സംഘടിപ്പിച്ച സൗഹൃദ ഇഫ്താർ സംഗമം വണ്ണപ്പുറം ക്ലൗഡ് വില്ലേജ് ഫാം റിസോർട്ടിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡയലോഗ് സെന്റർ ജില്ലാ രക്ഷാധികാരി അബൂബക്കർ ഫാറൂഖി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സൗഹൃദ ഇഫ്താർ സംഗമത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് ജോസഫ് അറക്കത്തോട്ടം, വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബൈദ സുബൈർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സണ്ണി കളപ്പുര, വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ TU ജോസ് തൊട്ടിയിൽ, അനീഷ് കിഴക്കേൽ, അജിത ദിനേശ്, മനോജ് തൊട്ടിയിൽ, ബീന സിദ്ധാർത്ഥൻ, ജോർജ് അഗസ്റ്റിൻ, ഷമീറ റാഫി, നസിയ നിയാസ്, UDF വണ്ണപ്പുറം പഞ്ചായത്ത് ചെയർമാൻ PM ഇല്യാസ്, കൺവീനർ ബേബി വട്ടക്കുന്നിൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PU ഷാഹുൽ ഹമീദ്, റഷീദ് തോട്ടുങ്കൽ, സുരേഷ് കുമാർ തുടങ്ങിയ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പങ്കെടുത്തു. ഡയലോഗ് സെന്റർ വണ്ണപ്പുറം യൂണിറ്റ് കോർഡിനേറ്റർ PP അനസ് സ്വാഗതവും ഡയലോഗ് സെന്റർ തൊടുപുഴ ചാപ്റ്റർ ചെയർമാൻ സുബൈർ ഹമീദ് സമാപനവും നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽപ്പെട്ട മൂന്നാർ ആറോ കവലയിലെ വഴിയോര കടകൾ പൊളിച്ചു നീക്കി. ദേശീയപാത വീതി കൂട്ടലിന്റെ ഭാഗമായി അധികൃതരുടെ ആവശ്യപ്രകാരമാണ് വർഷങ്ങളായി പാതയോരം കയ്യേറി സ്ഥാപിച്ചിരുന്ന കടകൾ ഉടമകൾ സ്വയം പൊളിച്ചു നീക്കിയത്. അതേസമയം പൊളിച്ചു നീക്കിയ കടകൾ ദേശീയപാതയിൽ പുതുതായി നിർമ്മിച്ച ബൈപ്പാസ് റോഡിൽ സ്ഥാപിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽപ്പെട്ട മൂന്നാർ ആറോ കവലയിലെ വഴിയോര കടകൾ പൊളിച്ചു നീക്കി. ദേശീയപാത വീതി കൂട്ടലിന്റെ ഭാഗമായി അധികൃതരുടെ ആവശ്യപ്രകാരമാണ് വർഷങ്ങളായി പാതയോരം കയറി സ്ഥാപിച്ചിരുന്ന കടകൾ ഉടമകൾ സ്വയം പൊളിച്ചു നീക്കിയത്. ഗതാഗത തടസ്സമുണ്ടാക്കി സ്ഥാപിച്ചിരുന്ന കടകൾ ഒഴിപ്പിക്കാൻ റവന്യൂ, ദേശീയപാത അധികൃതർ പലതവണ ശ്രമിച്ചെങ്കിലും ചില രാഷ്ട്രീയ പാർട്ടികളുടെ എതിർപ്പ് കാരണം ഒഴിപ്പിക്കൽ നടന്നില്ല. ഇതിനുശേഷമാണ് ഇപ്പോൾ ദേശീയപാത വീതി കൂട്ടലിന്റെ ഭാഗമായി കടകൾ നീക്കം ചെയ്യേണ്ടി വന്നത്. അതേസമയം ആറോ കവലയിൽ നിന്ന് നീക്കം ചെയ്ത പെട്ടിക്കടകൾ ദേശീയപാതയിൽ പുതുതായി നിർമ്മിച്ച ബൈപ്പാസ് റോഡിൽ സ്ഥാപിച്ചു. പോലീസ് സ്റ്റേഷൻ പരിസരത്ത്
കോതമംഗലത്ത് നിന്ന് CSI പാലത്തിലേക്കുള്ള ബൈപ്പാസ് റോഡിലെ നടപ്പാതയിലാണ് ഇവ സ്ഥാപിച്ചത്. സഞ്ചാരികൾക്കും നാട്ടുകാർക്കും നടക്കുന്നതിനായി ടൈൽ പാകി നിർമ്മിച്ച നടപ്പാതകളിലാണ് വഴിയോര കച്ചവടക്കാർ വെച്ചിട്ടുള്ളത്. ചില സംഘടനാ നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് പെട്ടിക്കടകൾ ബൈപ്പാസ് റോഡിലേക്ക് മാറ്റി സ്ഥാപിച്ചതെന്നാണ് ഇത് സംബന്ധിച്ച് ഉടമകളുടെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. 14ാം പഞ്ചവത്സര പദ്ധതി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ നടന്നു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്ര മൊൾജിനി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ മുഖ്യ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഷൗജാമോൾ P. കോയ പദ്ധതി വിശദീകരണം നിർവഹിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് 14ാം പഞ്ചവത്സര പദ്ധതി 2022-27ന്റെയും വാർഷിക പദ്ധതി 2026-27ന്റെയും വികസന സെമിനാറാണ് വാഴത്തോപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്ര മൊൾജിനി അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്കറിയാം, ഞങ്ങളൊക്കെ സമയമില്ല എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളൊക്കെ വലിയ ഭാരിച്ച ഉത്തരവാദിത്വത്തിന്റെ പുറത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്കിപ്പോൾ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് തന്നെ വൈസ് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഇതെല്ലാം പാസ്സാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ലാസ്റ്റ് DPC കൂടെ കൂടി ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്താണെങ്കിൽ പോലും ഈ പദ്ധതികളെല്ലാം പാസ്സാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അതൊരു വൻപിച്ച ഉത്തരവാദിത്വം തന്നെയാണ്, വലിയ ഭാരമുള്ളൊരു ഉത്തരവാദിത്വം തന്നെയാണ്. ഇവിടെ സൂചിപ്പിച്ചു, വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചു, ശരിയാണ്. ഞാൻ 95 മുതൽ ജില്ലാ പഞ്ചായത്തിന് ഇന്നിതിൻ്റെ 5ാം ടേമാണ്. ഞാൻ ഓർമ്മിക്കുന്നു, അന്ന് ഇന്നുള്ള സാങ്കേതിക വിദ്യകളൊന്നുമില്ല, എല്ലാം മാനുവലായിട്ട് ചെയ്യണമായിരുന്നു. കഴിഞ്ഞ ആരെയും കുറ്റപ്പെടുത്തുമല്ലോ കേട്ടോ, നമ്മളൊരു ഭരണസമിതി കയറിയിട്ട് പഴയ ഭരണസമിതിയെ കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ശരിയായ ഒരു നിലപാടല്ല. കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ ഇന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്തൊക്കെ ഏറ്റവും പുറകിലാണ്. നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല, സങ്കടത്തോടും വേദനയോടും കൂടിയാണ് പറയുന്നത്. അപ്പൊ എന്നെ എല്ലായിടത്തും ഇങ്ങനെ വികസന സെമിനാറും ഒക്കെ വിളിക്കുമ്പോൾ ഞാൻ പറയും, ഞാനിവിടെ പഞ്ചായത്തിലാവട്ടോ, ടീച്ചർ ഇത്ര അടുത്തല്ലേ, ഇങ്ങ് വരാൻ മേലെ. അവർ സ്നേഹപൂർവ്വം പറയുന്ന, മനഃപൂർവ്വം പറയുന്നതല്ല, അവർക്ക് നമ്മളെ പങ്കെടുപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പേര് പറയുന്ന. പക്ഷെ ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഞാൻ പൊതുപരിപാടികൾ ഒന്നും എടുക്കുന്നില്ല. നമ്മളിപ്പോൾ ഓഫീസിൽ പോയിരുന്ന് നമ്മൾ മലമറിക്കുകയാണോ എന്ന് ചോദിച്ചാൽ മലമറിക്കുകയല്ല. പക്ഷെ അവിടുത്തെ സ്റ്റാഫിനും ബാക്കിയുള്ളവർക്കും തോന്നണം, നമുക്കും കൂടെ ഈ ഉത്തരവാദിത്വം നമ്മളും അത് അക്ഷരാർത്ഥത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണെന്നുള്ള ഒരു ദൗത്യം അവർക്ക് തോന്നണം. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഷൈജാമോൾ P. കോയ പദ്ധതി വിശദീകരണം നടത്തി. ആശംസ അറിയിച്ച വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു TN, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VA ഉൽഹന്നാൻ, വർഗീസ് വെട്ടിയാങ്കൽ, ജോയിന്റ് BDO ജയരാജ് M. നായർ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകളും പരിപാടിയുടെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലുവ മൂന്നാർ രാജപാത പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി ജനകീയ പ്രക്ഷോഭം വീണ്ടും ശക്തമാകുന്നു. രാജപാത തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട ജനകീയ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കോതമംഗലത്ത് ജനകീയ മാർച്ചും ധർണയും നടത്തി. മന്നത്ത് പത്മനാഭന്റെ 56ാം സമാധി ദിനാചരണം കൊച്ചു കാമാക്ഷി പത്മനാഭപുരം ധർമ്മ പാഠശാലയിൽ നടന്നു. ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് R. മണിക്കുട്ടൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. പൂമാല സ്കൂളിലെ പ്രൊഡക്ഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ പ്രഗതി മുന്നേറ്റം സ്ത്രീകളിലൂടെ എന്ന പദ്ധതിക്ക് തുടക്കമായി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ സിൽവർ ജൂബിലി ടെക് ഫെസ്റ്റ് ഡോക്ടർ ശശി തരൂർ MP ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ KSU പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരിക്ക്. കരിങ്കൊടി സമരത്തിനിടെയാണ് സംഭവം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.